അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും നടന്നു പോവുകയായിരുന്നു. അപ്പോഴാണ് വഴിയരികിൽ ഒരു ആടിൻ്റെ ജഡം അവർ കാണുന്നത്, ചത്തുകിടക്കുന്ന ഒരു ആട്ടിൻകുട്ടി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, ഈ ഒരു ആട്ടിൻകുട്ടിയെ ഒരു ദിർഹമിന് വാങ്ങുവാൻ തയ്യാറുള്ളവരായിക്കൊണ്ട് ആരുണ്ട്? അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, അല്ലയോ പ്രവാചകരെ, ഈ ആടിൻ്റെ ഒരു ചെവി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ രൂപത്തിലുള്ള ഒരു ആടിനെ ആരും ഒരു ദിർഹം കൊടുത്തുകൊണ്ട് വാങ്ങുകയില്ല. യഥാർത്ഥത്തിൽ ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രത്യേകതയായിരുന്നു, ന്യൂനതയുള്ള ഒന്നും തന്നെ, ഏതെങ്കിലും രൂപത്തിലുള്ള വൈകല്യമുള്ള അയ്ബുള്ള ഒരു വസ്തുവും അവർ സ്വീകരിക്കുകയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും അവരോട് പറയുകയാണ്, എങ്കിൽ പണമൊന്നും വേണ്ട, സൗജന്യമായിക്കൊണ്ട് നിങ്ങളിത് ആരാണ് കൊണ്ടുപോവുക? അപ്പോഴും അവർ പറഞ്ഞു, ഇത് ജീവനുള്ള ഒരു ആട്ടിൻകുട്ടിയല്ലല്ലോ, ഇത് ചത്തുപോയ ഒരു ആട്ടിൻകുട്ടിയാണല്ലോ, ഇതിനെ ആർക്കും വേണ്ട, ആരും ഇതിനെടുക്കുകയില്ല. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം നിസ്സാരമായിട്ടാണോ ഈ ഒരു ആട്ടിൻകുട്ടിയെ കാണുന്നത്, അതിനേക്കാൾ നിസ്സാരമായിട്ടാണ് അള്ളാഹു ഈ ദുനിയാവിനെ കാണുന്നത് എന്നതാണ്. അപ്പോൾ നാം ജീവിക്കുന്ന ദുനിയാവ് എന്ന് പറയുന്നത് അത് വഞ്ചനയുടെ വിഭവമാണ് എന്നൊക്കെ, മത്താഉൽ ഖുറൂറാണ് എന്നൊക്കെ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അള്ളാഹു അത്രയും നിസ്സാരമായി കാണുന്ന ഈ ഒരു ദുനിയാവ്, ആ ദുനിയാവിൻ്റെ നശ്വരതയെക്കുറിച്ച്, അതിൻ്റെ നൈമിഷികതയെക്കുറിച്ചെല്ലാം ഖുർആൻ അടിക്കടി നമ്മെ ഉത്ബോധിപ്പിക്കുന്നുമുണ്ട്. പലതരം ഉദാഹരണങ്ങളിലൂടെ, ഉപമകളിലൂടെയെല്ലാം ഖുർആൻ ഈ സത്യം നമ്മുടെ മുമ്പിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും മനുഷ്യരുടെ ഒരു സ്വാഭാവികമായ ഒരു അവസ്ഥയുണ്ട്. ആ ഒരു അവസ്ഥയും ഖുർആൻ അവസാനമായി അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖ. നിങ്ങൾ തീർച്ചയായും മുൻഗണന നൽകുന്നത് തീർച്ചയായും ഈ ഐഹികമായ ജീവിതത്തിന്, ഹയാത്തുദ് ദുനിയക്കാണ്, അല്ലെങ്കിൽ ഈ ദുനിയവിയായ ജീവിതത്തിനാണ് തീർച്ചയായും നിങ്ങൾ മുൻഗണന നൽകുന്നത് എന്ന് ഖുർആൻ പറയുന്നു. എന്നാലോ വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖ, ഖൈറായിട്ടുള്ളതും എന്നെന്നും നിലനിൽക്കുന്നതുമായിട്ട് അത് ആഖിറത്ത് മാത്രമാണ്. ഈ രണ്ട് ഗുണങ്ങളും ദുനിയാവിന് ഇല്ല എന്നാണ് ഖുർആൻ ഈ രണ്ട് ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ആ രൂപത്തിൽ കൃത്യമായി ജീവിത വീക്ഷണം ക്രമീകരിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.